പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞം 21 മുതൽ 29 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വൈകുന്നേരം 5 തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. 6 ആചാര്യവരണം, ദേവി ഭാഗവത മാഹാത്മ്യ പാരായണം, പ്രഭാഷണം, കലവറ നിറയ്ക്കൽ എന്നിവയുണ്ടാകും. സ്വാമി പള്ളിപ്പാട്ട് ശിവദാസനാണ് യജ്ഞാചാര്യൻ. 21 സർവേശ്വരി പൂജ, 23 ഉണ്ണിയൂട്ട്, 24 കുമാരി പൂജ, 28 വിദ്യാഗോപാല മന്ത്രാർച്ചന, 29 ഗായത്രി ഹോമം എന്നിവയുണ്ടാകും. 29 യജ്ഞം സമാപിക്കും. നവരാത്രിയോടനുബന്ധിച്ച് 29 വൈകുന്നേരം പൂജവെപ്പ്, അടുത്ത മാസം 1 വൈകുന്നേരം കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം, 2 രാവിലെ 8 ഡോക്ടർ എ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്തൽ എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് കെ സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ തച്ചിഞ്ചേരി, ട്രഷറർ C രാജീവ് എന്നിവർ പങ്കെടുത്തു. ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി വൈകിട്ട് ശ്രീമദ് ഭാഗവതം നവാഹയജ്ഞം 6 മണിക്ക് ആചാര്യവരണത്തോടുകൂടി ആരംഭിക്കുകയാണ്. ആചാര്യനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ബ്രഹ്മശ്രീ പള്ളിപ്പാട്ട് ശിവദാസൻ സ്വാമികളാണ് ആചാര്യനായിട്ട് നമുക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം തന്നെയായിരുന്നു നവാഹയജ്ഞം നടത്തിയത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ അഴകത്ത് മനക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി നവാഹയജ്ഞം ആരംഭിക്കുകയാണ്. ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം സെപ്റ്റംബർ 20-ാം തീയതി മുതൽ തുടങ്ങി 29-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. അതിനോടനുബന്ധിച്ച് തലേ ദിവസം 5:30 ക്ഷേത്രതന്ത്രിമാരായ അഴകത്ത് മനക്കൽ ശ്രീ ത്രിവിക്രമൻ നമ്പൂതിരി, ശ്രീ അഴകത്ത് മനക്കൽ ഹരീഷ് നമ്പൂതിരി അവർ എന്നിവ ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നു. തുടർന്ന് ആചാര്യവരണം, കലവറ നിറയ്ക്കൽ എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത് ഭക്തജനങ്ങളോടാണ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു, ഇത്ര പ്രഗത്ഭന്മാരെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനത്തെ യജ്ഞങ്ങൾ നടക്കുമ്പോൾ പരമാവധി ഭക്തജനങ്ങൾ എത്തിച്ചേരണം എന്നാണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്. വളരെ പേരും പ്രശസ്തിയുള്ള സ്വാമിമാരാണ് വരണത്. ജനങ്ങളിങ്ങനെ വന്ന് ജനങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേത്രം പുരോഗതിയിലേക്ക് തള്ളി നീക്കാനോ ഇതുമാതിരി ഇനി അടുത്തതായാലും നടത്തിക്കൊണ്ടുപോകാനോ സാധിക്കുകയുള്ളൂ.